നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകളെയും വെട്ടിലാക്കുന്ന തെളിവ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ അറസ്റ്റ് ചെയ്യാതെ നോക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ്. തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രിയെ താൻ അകത്താക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നറിയിപ്പുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് സാബു എം ജേക്കബ്. മുക്കിനെയും മകളെയും ജയിലിലാക്കാനുള്ള ആറ്റം ബോംബ് തന്റെ കൈവശമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പല കേസുകൾ പെടുത്തി തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് എങ്കിൽ അത് മുഖ്യന് തന്നെ പ്രശ്നം വരും എന്ന് ശക്തമായി മറുപടി നൽകുകയാണ് അദ്ദേഹം. BJP-കാരൻ സീറ്റ് ഓഫർ ചെയ്താൽ അത് കണ്ട് ചാടുന്നവനല്ല സാബു ജേക്കബ്. കെ സുരേന്ദ്രനെ ജീവിതത്തിൽ ഇന്നേ വരെ താൻ കണ്ടിട്ടില്ല എന്നും തനിക്ക് BJP-യുടേതോ CPM-ന്റേതോ കോൺഗ്രസിന്റേതോ സീറ്റ് കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല എന്നും കഴിഞ്ഞ ദിവസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് CPM നേതാക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നും ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവർ 5 സീറ്റുകൾ ഓഫർ ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. P രാജീവും CPM ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ 5 തവണ തന്റെ വീട്ടിൽ വന്നിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ല എന്നാണ് അവർ പറയുന്നത് എങ്കിൽ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം താൻ പുറത്തുവിടുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ് സാബു ജേക്കബ്. പിണറായി വിജയന്റെ കൂടെ എല്ലാ വിദേശയാത്രയ്ക്കും താനും പോയിട്ടുണ്ട്. വിദേശത്ത് ചികിത്സയിൽ കിടന്നപ്പോൾ മുഖ്യനെ മൂത്രമൊഴിപ്പിക്കാനും തിരികെ കിടത്താനും താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ നന്ദി പിണറായി വിജയൻ കാണിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അതേസമയം മുഖ്യമന്ത്രിക്കൊപ്പം വീണ വിജയൻ നടത്തിയിട്ടുള്ള വിദേശയാത്രകൾ ഇന്നും ദുരൂഹമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ യാത്രയിൽ എന്തിനാണ് മകൾ ഒപ്പം പോയതെന്ന്, മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മകളെ യാത്രയിൽ നിന്ന് വിലക്കാത്തത് തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ഒഫീഷ്യൽ യാത്രയിലെ എല്ലാ കാര്യങ്ങളും മകൾ വീണ വിജയനോട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടോ? അങ്ങനെ നീളുകയാണ് സംശയങ്ങൾ. മാസപ്പടി വിഷയത്തിൽ ഈ പറഞ്ഞ മുഖ്യന്റെയും മകളുടെയും വിദേശയാത്ര സംബന്ധിച്ച അന്വേഷണവും നടന്നുവരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഭീഷണി ഉയർന്നിരിക്കുന്നത്. 2014 സെപ്റ്റംബറിൽ എക്സാലോജിക് ആരംഭിച്ചതിനു ശേഷം വീണ വിജയൻ നടത്തിയിട്ടുള്ള വിദേശ സഞ്ചാരങ്ങളുടെ വിശദാംശങ്ങളാണ് SFIO ഇപ്പോൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിദേശ സഞ്ചാരങ്ങളിൽ നിരവധി തവണ വീണ വിജയൻ അനുഗമിച്ചിട്ടുണ്ട്. വീണയുടെ വിദേശ സഞ്ചാരം വഴി എക്സാലോജിക് കമ്പനിക്ക് നേട്ടം ഉണ്ടായോ എന്നതാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. വീണയുടെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗിക വിദേശ യാത്രകളിലും വീണ വിജയൻ അനുഗമിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. വിദേശ സഞ്ചാരത്തെക്കുറിച്ചും കുടുംബാംഗങ്ങൾ വിദേശയാത്രയിൽ അനുഗമിച്ചതിനെ കുറിച്ചും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഹമ്മദ് റിയാസിനോട് കെ ബാബു MLA ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മുഹമ്മദ് റിയാസ് കൃത്യമായി മറുപടി നൽകാതെ മെല്ലെപ്പോക്ക് തുടരുകയായിരുന്നു. ആ തഞ്ചിക്കളിക്കൽ നിന്നെല്ലാം വ്യക്തമാണ് ഈ വിദേശയാത്രകൾ അതിനു പിന്നിൽ നിരവധി ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും അത് മുഖ്യമന്ത്രിക്കും മകൾക്കും വേണ്ടിയുള്ളതായിരുന്നുവെന്നും. ഇപ്പോൾ ഈ യാത്രകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തന്റെ കൈവശം ഉണ്ടെന്നാണ് സാബു എം ജേക്കബും പറയുന്നത്.